കഥ പറയൂ, കഥ പറയൂ, കഥ പറയൂ, കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഗോത്രവർഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു ഗുണപാഠ കഥയുണ്ട്. ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആഫ്രിക്കയിലെ ഒരു മനോഹരമായിട്ടുള്ള ഉൾനാടൻ ഗ്രാമം. അവിടുത്തെ മനുഷ്യരുടെ സംസ്കാരത്തെയും ജീവിത രീതിയെയും കുറിച്ച് പഠിക്കാനായിട്ട് ഒരിക്കലും ഒരു വിദേശിയായിട്ടുള്ള ശാസ്ത്രജ്ഞനെത്തി. അവിടുത്തെ ഗോത്രവർഗക്കാരുടെ സംസ്കാരം പഠിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദരിദ്രരായിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇവർക്കിടയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഐക്യമുണ്ട്. ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കും. എപ്പോഴും സന്തോഷത്തോടെ, വലിയ പിണക്കങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യമാണത്. അത്രയും സ്നേഹവും കൂട്ടായ്മയും അവർക്കിടയിൽ അദ്ദേഹം കണ്ടു എന്നർത്ഥം. കുറച്ചുനാൾ അവിടെ താമസിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി കുട്ടികൾക്കിടയിൽ ഒരു കുഞ്ഞ് മത്സരമൊക്കെ നടത്താം. കുട്ടികൾക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം നഗരത്തിൽ പോയിട്ട് വളരെ മധുരമുള്ള വിദേശ പഴങ്ങളും മിഠായികളും ഇതൊക്കെ നിറച്ച് ഒരു കൊട്ട വാങ്ങി. എന്നിട്ട് അത് ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് അവിടെയുള്ള വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടില് അത് വെച്ചു. എന്നിട്ട് എല്ലാ കുട്ടികളെയും വിളിച്ചു. അവരിങ്ങനെ ഒരു വരിയായിട്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, കുട്ടികളെ നോക്കൂ, ആ മരച്ചുവട്ടിലിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പഴങ്ങൾ നിറഞ്ഞ കുട്ടയാണ്. ഞാൻ 3 വരെ എണ്ണും. 3 എന്ന് എണ്ണുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ മരത്തിലേക്ക് ഓടണം. ആരാണോ ആദ്യം അവിടെ എത്തുന്നത് ആ കുട്ടയിലെ പഴങ്ങൾ മുഴുവൻ അവർക്കുള്ളതാണ്. കുട്ടികളെല്ലാവരും വരി വരിയായിട്ട് നിന്നു. അദ്ദേഹം എണ്ണാൻ തുടങ്ങി. 1, 2, 3. സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്താ? കുട്ടികള് 3 എന്ന് പറയുമ്പോഴേക്കും ഓടി ആദ്യം എത്താനായിട്ട് ശ്രമിക്കും എന്നാണ്. പക്ഷേ അദ്ദേഹം അവിടെ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. ഇദ്ദേഹം 3 എന്ന് എണ്ണിക്കഴിഞ്ഞതും ഈ കുട്ടികൾ പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് തൊട്ടടുത്ത് നിന്നവരുടെ കൈകളില് മുറുക്കി പിടിച്ചു. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ വേഗത്തില് ആ മരച്ചുവട്ടിലേക്ക് നടന്നുപോയി. ആരും മുന്നിലും പോയില്ല, ആരും പിന്നിലും ആയില്ല. എല്ലാവരും ഒന്നിച്ച് മരച്ചുവട്ടിലെത്തി ആ കൊട്ടയില് തൊട്ടു. അതിനുശേഷം ഒരുമിച്ച് ആ കൊട്ടയിലെ പഴങ്ങള് തുല്യമായി പങ്കുവെച്ച് അവരാസ്വദിച്ച് കഴിച്ചു. ഇദ്ദേഹം ഞെട്ടിപ്പോയി. ഇങ്ങനെ അദ്ദേഹം പ്രതീക്ഷിക്കണേയില്ല. അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി. അവരെടുത്ത് ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതെന്താ? ആദ്യം എത്തുന്നയാൾക്ക് പഴങ്ങൾ എടുക്കാം, നിങ്ങൾ വേഗത്തിൽ ഓടി അതെടുക്കല്ലേ വേണ്ടിയിരുന്നത്? അപ്പോ ആ കൂട്ടത്തില് ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞുമോള് പുഞ്ചിരിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഉബുണ്ടു. ഞങ്ങളിൽ ഒരാൾ മാത്രം സന്തോഷിക്കുകയും ബാക്കിയുള്ളവർ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? എത്ര വലിയ സന്ദേശമാണല്ലേ കുട്ടികളെ. ആഫ്രിക്കൻ സംസ്കാരത്തിലെ ഉബുണ്ടു എന്ന വാക്കിന്റെ അർത്ഥം ഞാനായിരിക്കുന്നത് നമ്മളായിരിക്കുന്നത് കൊണ്ടാണ്. ഐ ആം ബിക്കോസ് വി ആർ. എന്റെ സന്തോഷം എന്റെ മാത്രം വിജയത്തിലല്ല, മറിച്ച് എന്റെ കൂട്ടുകാരുടെ കൂടെ സന്തോഷത്തിലാണ്. നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ കഴിവുകള് മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല, മറിച്ച് എല്ലാവരെയും കൂടെ ചേർത്ത് മുന്നോട്ടു പോകാനാണ് ഉപയോഗിക്കേണ്ടത്. ഈ ലോകം മുഴുവൻ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് ശരിക്കുമുള്ള വിജയം. യഥാർത്ഥ സന്തോഷം എന്ന വളരെ സുന്ദരമായ ഒരു സന്ദേശം
നൽകുന്ന ഒരു കഥയാണിത്. അതാണ് ഉബുണ്ടു. ഒറ്റയ്ക്ക് നേടുന്ന വിജയത്തേക്കാൾ വലുതാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചു നേടുന്ന വിജയം. നമുക്കും എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.